Students, നമ്മൾ ഇന്ന് മോഡ്യൂൾ 11ലേക്കാണ് പോകുന്നത്. ഹാലോ ആൽക്കെയിൻസ് ഹാലോ അറീൻസിന്റെ കണ്ടിന്യൂഷനും ലാസ്റ്റ് മോഡ്യൂളുമാണ്. NCERTയുടെ കണ്ടൻസ്ഡ് ക്ലാസ്സിന്റെ 10 മോഡ്യൂൾസ് ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വരെ അപ്ലോഡ് ചെയ്ത് ചാനൽ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10ാമത്തെ മോഡ്യൂൾ വരെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസിന്റെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിന്റെ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്നത് ഈ പറഞ്ഞ റിയാക്ഷൻസ് ഓഫ് ഹാലോ അറീൻസിന്റെ അകത്ത് റിയാക്ഷൻ വിത്ത് മെറ്റലിന്റെ അകത്തുള്ള വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. അതിൻ്റെ അകത്ത് നമ്മൾ വുഡ്സ് ഫിറ്റിക് എന്ന് പറയുമ്പോൾ വുഡ്സ് റിയാക്ഷനും ഫിറ്റിക് റിയാക്ഷനും കൂടെ ചേർത്ത് വെക്കുന്നതാണ്. അതിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ ക്ലോറോ ബെൻസീനും CH3Cl ക്ലോറോ മീഥേനും കൂടെ റിയാക്ട് ചെയ്യുന്നു. ബെൻസീൻ റിംഗിലേക്ക് ഈ Cl പോയിട്ട് അവിടെ ആര് കയറും? CH3 ഗ്രൂപ്പ് കയറും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം ടൊളുവീനാണ്. നമുക്ക് ഇവിടെ കിട്ടുന്നത് ടൊളുവീൻ പ്ലസ് NaCl ആണ് ഇവിടുത്തെ ബൈ പ്രോഡക്റ്റ്. അപ്പോൾ അതോടുകൂടി വുഡ്സ് ഫിറ്റിക് റിയാക്ഷനും കൂടി കഴിയുന്നതോടുകൂടി റിയാക്ഷൻസ് ഓഫ് ഹാലോ അറീൻസ് നമ്മളിവിടെ ഫിനിഷ് ചെയ്തേക്കാം. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ മിസലേനിയസ് ടോപ്പിക്സ്. മിസലേനിയസ് എന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററിലും കുറച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സിനെയാണ് നമ്മൾ മിസലേനിയസ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതിൽ വരുന്ന ടോപ്പിക്കാണ് പോളി ഹാലജൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ പോളി ഹാലജൻ കോമ്പൗണ്ട്സ് നെയിമിൽ തന്നെയുണ്ട് ദ സ്ട്രക്ചേഴ്സ് കണ്ടെയ്നിങ് മോർ ദാൻ വൺ ഹാലജൻ ഇൻ ദെയർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് കുറേ എക്സാമ്പിൾസ് നമുക്ക് ടെക്സ്റ്റുവൽ എക്സാമ്പിൾസിൽ ഒരു 1.5 ഷീറ്റ് പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടൻസ് ചെയ്ത് മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഇതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ MCQs ഒക്കെ നിങ്ങളുടെ ബോർഡ് എക്സാംസിന് CBSE-കാർക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നീറ്റിനും JEEക്കും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ട് ഇപ്പോൾ അത്ര സീരിയസ് ആയി നോക്കാതെ പോകും. പക്ഷേ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ അത് ചോദിച്ച് കൺഫ്യൂസിങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോളി ഹാലജൻ കോമ്പൗണ്ട് ആണ് ഡൈക്ലോറോമീഥേൻ. ഡൈക്ലോറോമീഥേൻ സ്ട്രക്ചറിൽ തന്നെ 2 ക്ലോറിനുണ്ട്. അപ്പോൾ ഇതൊരു പോളി ഹാലജൻ കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ്. ഈ ഡൈക്ലോറോമീഥേൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പെയിന്റ് റിമൂവേഴ്സ്, പെയിന്റ് റിമൂവ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനാണ് ഡൈക്ലോറോമീഥേൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു പോളി ഹാലജൻ കോമ്പൗണ്ട് ആണ് ക്ലോറോഫോം. നിങ്ങൾ കുറേ അടുത്ത് കേട്ടിട്ടുള്ള നല്ല നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പോളി ഹാലജൻ കോമ്പൗണ്ട് ആണ് ക്ലോറോഫോം. അതിന്റെ IUPAC നെയിം ട്രൈക്ലോറോമീഥേൻ എന്നാണ്. കോമൺ നെയിം ആണ് ക്ലോറോഫോം. ട്രൈക്ലോറോമീഥേൻ IUPAC സ്ട്രക്ചർ CCl3. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ മോഡ്യൂൾ വീഡിയോസിൽ നെയിമിംഗിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ യൂസ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ സോൾവെന്റ് ഫോർ ഫാറ്റ് ആൻഡ് അതർ സബ്സ്റ്റൻസസ്. നമ്മൾ ഈ പറഞ്ഞ കൊഴുപ്പൊക്കെ ലയിപ്പിക്കാൻ വേണ്ടി, ഫാറ്റിനെ ലയിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോൾവെന്റ് ആണ് ഈ പറഞ്ഞ ക്ലോറോഫോം. പണ്ട് കാലങ്ങളിൽ ഇതൊരു അനസ്തെറ്റിക് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് അനസ്തെറ്റിക്ക് ഇതിൽ നിന്നും നല്ല ഹാംഫുൾ അല്ലാത്ത കോമ്പൗണ്ട്സ് കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ക്ലോറോഫോമിനെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കാറില്ല. പിന്നെ ഇപ്പോഴും നമ്മൾ ഫിലിമിലും സീരിയലൊക്കെ കാണാൻ വേണ്ടി ആൾക്കാരെ മയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചീപ്പ്, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു അനസ്തെറ്റിക് ആണ് ഇത് ക്ലോറോഫോം. ആൾക്കാരെയൊക്കെ തട്ടിക്കൊണ്ടൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി അടുത്ത ക്ലോറോഫോം ഈസ് പോയിസണസ്. മെയിൻ റീസൺ ഇത് ഈ പറഞ്ഞ ഹെൽത്ത് സെക്ടറിൽ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ ഇതാണ്. നമ്മൾ ഈ പഠിക്കുന്ന ക്വസ്റ്റ്യൻ. ക്ലോറോഫോം ഈസ് പോയിസണസ്. വൈ? Because it is slowly oxidized. Chloroform എയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ in the presence of light to form a poisonous gas known as phosgene. The chemical reaction ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ലോറോഫോം CHCl3. അപ്പോൾ CHCl3 ആണ് സ്ട്രക്ചർ. അപ്പോൾ ക്ലോറോഫോം സ്ട്രക്ചർ ഈസ് ഞാൻ ഒരു മിസ്റ്റേക്ക് പറ്റി. CHCl3 ആണ് സ്ട്രക്ചർ. കെമിക്കൽ ഫോർമുല CHCl3 പ്ലസ് ഓക്സിജൻ. കരിയറിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്. ഓക്സിഡൈസ് ചെയ്ത് ലൈറ്റിന്റെ പ്രസൻസിൽ COCl2 അതാരാ? ഫോസ്ജീൻ പ്ലസ് HCl ഫോം. അപ്പോൾ ക്ലോറോഫോമിന്റെ സ്ട്രക്ചറിനെ ഒന്നുകൂടെ പറയുക. അതിന്റെ IUPAC നെയിം ട്രൈക്ലോറോമീഥേൻ ആണ്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് CHCl3 ആണ്. അപ്പോൾ ഈ CHCl3 ഓക്സിജന്റെ പ്രസൻസിൽ, ലൈറ്റിന്റെ പ്രസൻസിൽ ഓക്സിഡൈസ്ഡ് ആയിട്ട് പോയിസണസ് സബ്സ്റ്റൻസ് ആയ ഫോസ്ജീൻ ആവും. ഈ ഫോസ്ജീൻ പ്ലസ് HCl ആണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. അതുകൊണ്ടാണ് ക്ലോറോഫോം പോയിസണസ് ആയതും അനസ്തെറ്റിക് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാം. ഇനി അടുത്ത പോളി ഹാലജൻ കോമ്പൗണ്ട് ആണ് ഐഡോഫോം. ട്രൈ ഐഡോമീഥേൻ IUPAC നെയിം ആണ്. നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ വേണമെങ്കിൽ സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് എഴുതിയേക്കാം. നമ്മൾ നെയിമിംഗ് പറഞ്ഞാണ് CHI3 എന്ന് വരും. ഇത് എന്തിനായിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആന്റിസെപ്റ്റിക് ആണ്. നമ്മൾ നമുക്കറിയാം ഈ പറഞ്ഞ മുറിവിലൊക്കെ തേക്കുന്ന മരുന്നുകളെല്ലാം അയഡിൻ ബേസ്ഡ് ആണ്. കാര്യം അത് നല്ലൊരു ആന്റിസെപ്റ്റിക്സ് ആണ്. പഴുപ്പ് സെപ്റ്റിസീമിയ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ മൊത്തം നശിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി ആയതുകൊണ്ട് അയഡിനുണ്ട്. അതുകൊണ്ട് തന്നെ ഐഡോഫോം യൂസ് ചെയ്യുന്നത് ആസ് എ ആന്റിസെപ്റ്റിക് ആണ്. ഇനി അടുത്ത പോളി ഹാലജൻ കോമ്പൗണ്ട് ആണ് ടെട്രാക്ലോറോമീഥേൻ. അതിന്റെ നെയിമിൽ IUPAC നെയിമാണ് ടെട്രാക്ലോറോമീഥേൻ. കോമൺ നെയിം കാർബൺ ടെട്രാക്ലോറൈഡ് വരും.
ഇതിന്റെ ഫോർമുല CCl4 വരും. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രൊപ്പല്ലന്റ് ആൻഡ് റെഫ്രിജറന്റ്. കൂളിങ്ങിനായിട്ടുള്ള റെഫ്രിജറന്റ് ആയിട്ടും പ്രൊപ്പല്ലന്റ് ആയിട്ടും ഈ പറഞ്ഞ പോലെ എൻജിൻസ് പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പല്ലന്റ് ആയിട്ടും യൂസ് ചെയ്യും. അടുത്ത പോളിഹാലജൻ കോമ്പൗണ്ട്സ് ആണ് ഫ്രിയോൺസ്. അതിന്റെ സ്ട്രക്ചർ CCl2F2. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഇൻ AC നമ്മൾ എയർ കണ്ടീഷനേഴ്സിൽ കൂളിംഗ് കൂടുതൽ കിട്ടാൻ വേണ്ടി നിറയ്ക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് CCl2F2. ഇതിന്റെ ഏറ്റവും വലിയ ഹാർംഫുൾ എഫക്ട് നിങ്ങൾക്കറിയാം, അന്റാർട്ടിക്കയുടെ അറ്റ്മോസ്ഫിയറിന്റെ എബോ ആയിട്ട് ഓസോൺ ഹോൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കോമൺലി കാൾഡ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ കോമ്പൗണ്ടുകളിൽ ഒരു മേജർ പൊല്യൂട്ടന്റ് ആണ് ഫ്രിയോൺസ്. ഓക്കെ, ഇനി അടുത്തത് DDTയുടെ ഫുൾ ഫോം അതിന്റെ സ്ട്രക്ചർ വൈസ് നെയിം ചെയ്താൽ PP ഡാഷ് പാരയുടെ PP ഡാഷ് ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ എന്ന് നോക്കി കഴിഞ്ഞാൽ 2 ബെൻസീൻ റിങ്, അതിൽ 3 ക്ലോറിൻ, ഈ പറഞ്ഞ പോലെ റിങ് ആണ് DDTയുടെ സ്ട്രക്ചർ. ഇനി ഈ പറഞ്ഞ പോലെ ഇൻസെക്ടിസൈഡ് ആയിട്ടാണ് DDT കണ്ടുപിടിച്ചത്. ഇൻസെക്ട്സിനെ കൊല്ലാനുള്ളൊരു ടോക്സിക് കെമിക്കൽ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പല രാജ്യങ്ങളും ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചു. പക്ഷേ സ്റ്റഡീസ് ഷോൺ ചെയ്തത് DDT കാണിക്കുന്ന ഏറ്റവും വലിയ പൊല്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ എൻവയോൺമെന്റിനുള്ള ഹാർംഫുൾനെസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ കോസ് ബയോ മാഗ്നിഫിക്കേഷൻ. ഇത് നിങ്ങൾ ബയോളജിയിലോ എൻവയോൺമെന്റൽ സയൻസിലോ ഒക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും. ബയോ മാഗ്നിഫിക്കേഷൻ മീൻസ് നിങ്ങൾ ഫുഡിന് ട്രോഫിക് ലെവൽസ് ഉണ്ട്. അപ്പോൾ ഒരു പുൽച്ചാടി മീൻസ് ഗ്രാസ് ഹോപ്പറിനെ ഒരു ഫ്രോഗ് ഈറ്റ് ചെയ്യുന്നു, ഫ്രോഗിനെ ഒരു ക്രെയിൻ കൊക്ക് വന്ന് ഈറ്റ് ചെയ്യുന്നു. ആ കൊക്കിനെ ഞാൻ വെടിവെച്ച് വന്ന് ഞാൻ ഇറച്ചിയൊക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് 4 ട്രോഫിക് ലെവൽ. ഈ പറഞ്ഞ DDTയുടെ ഉറുമ്പുപൊടി ഇൻസെക്ടിസൈഡ് ഞാൻ കുറച്ച് പുല്ലിലാണ് വിതറിയിട്ടിരുന്നത്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഈ പറഞ്ഞ ഗ്രൗണ്ടിലെ കുറച്ച് പുല്ലിൽ ഈ പറഞ്ഞ പോലെ കുറേ ഉറുമ്പുണ്ട്, ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് അവിടെ കുറച്ച് കൊണ്ടുപോയി ഈ പറഞ്ഞ DDT സ്പ്രിംഗിൾ ചെയ്തു. അപ്പോൾ ഈ DDT അവിടെ കിടപ്പുണ്ട്. ആ പുല്ലിനെ തിന്നാൻ വന്ന ഗ്രാസ് ഹോപ്പർ ആ പുല്ല് തിന്നുമ്പോൾ ഈ DDT ആരുടെ ശരീരത്തിലെത്തി? ഗ്രാസ് ഹോപ്പറിന്റെ ശരീരത്തിലെത്തി. ഈ ഗ്രാസ് ഹോപ്പറിനെ ഒരു ഫ്രോഗ് കഴിച്ചു. അപ്പോൾ അതാരുടെ കയ്യിലെത്തി? ഫ്രോഗിന്റെ സ്റ്റൊമക്കിലെത്തി. ഫ്രോഗിനെ ഒരു ക്രെയിൻ കൊക്ക് കഴിച്ചു. അപ്പോൾ കൊക്കിന്റെ സ്റ്റൊമക്കിലും ഈ DDTയുടെ അംശമുണ്ട്. ഈ കൊക്കിനെ ഞാൻ വെടിവെച്ച് ഷൂട്ട് ചെയ്ത് അതിനെ ഇറച്ചിയാക്കി ഞാൻ കഴിച്ചു. അപ്പോൾ ഇത് എൻ്റെ സ്റ്റൊമക്കിലെത്തി. അപ്പോൾ ഇത് ഓരോ ട്രോഫിക് ലെവൽ കഴിയുമ്പോഴും സാധാരണ ഒരു വസ്തുവിന്റെ അളവ് കുറഞ്ഞാണ് പോകുന്നത്. പക്ഷേ DDTയുടെ അളവ് മാത്രം കൂടി പ്രസൻസിന്റെ എഫക്റ്റ് കൂടി പോകും. ദിസ് ഫിനോമിന ഈസ് കോൾഡ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ഓർ ബയോമാഗ്നിഫിക്കേഷൻ. ഈ ഒരു ക്യാരക്ടർ DDT കാണിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനെ ഇൻസെക്ടിസൈഡ് ആയിട്ട് ബാൻ ചെയ്തിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദി കൺട്രീസ്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇപ്പോഴും പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഹാർംഫുൾ ആണ്. അത് അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു മേജർ ഓർഗാനിക് ചാപ്റ്റേഴ്സ് 12th സ്റ്റാൻഡേർഡിൽ 4 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് നമ്മൾ ഞാൻ പറഞ്ഞു ഓരോ ഓർഗാനിക് ചാപ്റ്ററിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് 3 ലെവൽസിലാണ്. അതിൽ നമ്മൾ ഒരു ലെവലാണ് ഈ ഒരു ലോക്ക്ഡൗൺ സീസണിൽ ചെയ്ത് തീർക്കുന്നത്. അതായത് NCERT കണ്ടൻസ്ഡ് എസെൻഷ്യൽ തിയറി പോർഷൻസ്. ഈ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആവുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ 2021 ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന, അതായത് ഇപ്പോൾ 11th സ്റ്റാൻഡേർഡ് എക്സാംസ് ഒക്കെ തീർന്ന് വീട്ടിലിരിക്കുന്ന സ്റ്റുഡൻസ് 12th സ്റ്റാൻഡേർഡ് ക്ലാസ്സസ് സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അപ്പോഴാണ് ഈ ലോക്ക്ഡൗൺ വന്നത്. അപ്പോൾ അവിടെ അവരുടെ സ്കൂളിലൊക്കെ ഈ ചാപ്റ്ററൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നന്നായിട്ട് ഇത് പഠിച്ചു തുടങ്ങുക. ഇനി അതേപോലെ JEE നീറ്റിന് ഈ 2020 JEE നീറ്റും ഇനി എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് ഒരു 1 hour 2 hour എസെൻഷ്യൽ NCERT തിയറി റിവൈസ് ചെയ്യാനും കൂടിയാണ് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത്. ഇനി ഇതിൻ്റെ ഒരു MCQ സെഷൻ നമ്മളൊന്ന് സാമ്പിളായിട്ട് ചെയ്തിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് മാക്സിമം ഉടനെ തന്നെ വരുന്നതായിരിക്കും. 2020 ഏറ്റവും പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ നമ്മൾ ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്ററിന്റെ ഒരു 2 or 3 വീഡിയോ മോഡ്യൂളായിട്ട് ഒരു സെഷൻസും കൂടി കണ്ടിന്യൂസ് വരും. അതോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത് വരുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ് അടുത്തത് ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈഥേഴ്സ്. അപ്പോൾ ഏതൊരു ഓർഗാനിക് ചാപ്റ്റർ സെക്കൻഡ് ഇയറിലെ 4 ചാപ്റ്റേഴ്സ് ഏതെണ്ണം പഠിച്ചാലും നമ്മൾ മേജർ ആയിട്ട് പഠിക്കുന്നത് 4 ഹെഡിങ്സിലാണ്. ഫസ്റ്റ് നെയിമിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് വരുന്നത് പ്രിപ്പറേഷൻ, തേർഡ് വരുന്നത് കെമിക്കൽ റിയാക്ഷൻസ്, ഫോർത്ത് ആ ചാപ്റ്ററുമായിട്ടുള്ള മിസലേനിയസ് ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും എസെൻഷ്യൽ തിയറി നന്നായിട്ട് ഒരു 2-3 ടൈംസ് വായിച്ച് പഠിക്കുക. പറ്റുമെങ്കിൽ ഒരു 2 ടൈംസ് എങ്കിലും പക്ക ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് ഇത്രയും വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഹൗ ടു യൂസ് അവർ യൂട്യൂബ് വീഡിയോസ്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഒരു പെർഫെക്ഷൻ എങ്കിലും കിട്ടുന്നതെന്ന് അറിയാനായിട്ടാണ് ഞാൻ അങ്ങനെ
നമ്മുടെ ഒരു ടിപ്പ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആ രീതിക്ക് നമ്മുടെ വീഡിയോസ് യൂസ് ചെയ്ത് കണ്ട് പഠിക്കാനായിട്ട് ഈ ലോക്ക്ഡൗൺ സമയങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ നമ്മൾ തീരുകയാണ്. ഹാലോ ആൽക്കെൻസ് ഹാലോ അറീൻസ് എന്ന ഓർഗാനിക് ചാപ്റ്റർ ഈ ഒരു മൊഡ്യൂളിൽ NCERTയുടെ എസെൻഷ്യൽ തിയറി ഫിനിഷായി. ഇത് ഇത്രയും പഠിച്ച് നല്ല രീതിക്ക് ബൈഹാർട്ടായ ഒരാൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു നമ്മുടെ ഓൺലൈൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും NCERT സൊല്യൂഷൻസ്. NCERT ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ട്വിസ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ NCERT സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകം വീഡിയോ തന്നെ ഇടാമെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ നമ്മൾ NCERT സോൾവ് ചെയ്യുന്നില്ല. തൽക്കാലം നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ടായിരിക്കും അടുത്ത വീഡിയോസിലൊക്കെ പോകുന്നത്. അടുത്ത ചാപ്റ്റർ ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതുവരെയുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.